ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് വിരിയേണ്ട ഈ വർഷത്തെ ആദ്യത്തെ മുട്ട്. അങ്ങനെ വേണ്ട രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് മുട്ട് ഇതാ വിരിഞ്ഞിട്ടുണ്ട്. നല്ല മണമായിട്ടോ ഇത് വിരിഞ്ഞിരിക്കുന്ന സമയത്ത്. നമുക്ക് തോട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ടും തോട്ടത്തിൽ ഈച്ചകൾ വരാൻ സാധ്യത കുറവുള്ളതുകൊണ്ടും നമ്മുടെ കയ്യിലുള്ള സാമഗ്രികൾ വെച്ച് ഇത് കണക്ക് നമ്മൾ തന്നെ പോളിനേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വലിപ്പം കാണും, അല്ലെ കുരുട്ടടക്കണക്ക് ഇരിക്കും. പിന്നെ നീണ്ട ഒരു 10-35 ദിവസത്തെ കാത്തിരിപ്പ്. അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ നല്ല കളറായിട്ട് പഴുത്ത് ഇങ്ങനെ ബൾബ് കണക്ക് തൂങ്ങിക്കിടക്കും. ബൈ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വിരലും കൂടെ നൈസായിട്ടൊന്ന് കണ്ടിച്ച്. ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്നൊന്നും അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എവിടെ നോക്കി അടി കണ്ടിച്ചെന്ന് ചോദിച്ചോണ്ട് അവിടെ നിന്ന് എന്തോ പച്ചമരുന്ന് ഞാനടി വിരലിൽ തേച്ച് അന്ന് വഴക്ക് പറഞ്ഞെങ്കിലും ഇതിനിടയ്ക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തപ്പോൾ ആ കളറ് കണ്ടോ? അയ്യോ, ഇതേപോലെ തന്നെ എന്നോ മധുരമാണെന്നേ. നമ്മൾ വീട്ടിൽ പിടിക്കുന്നത് തിന്നുമ്പോഴാണ് കടയിൽ നിന്ന് മേടിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എടുത്ത് കാട്ടിലെറിയാൻ തോന്നും. എനിക്കൊരു ആദ്യമേ തന്നെ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വലിയ നേരത്തെ ഷോയ്ക്ക് പിച്ചാത്തിക്കൊക്കെ കുത്തി വായിലോട്ട് വെച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ചവച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് എൻ്റെ പൊന്നെ ചൂടൊക്കെ എന്തോ ചെയ്തേനെ.